എക്സ്ട്രീം വൈൽഡ് അതാ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയെ ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാവുന്നത്. ആഫ്രിക്കയിലെ മാസായിമാരയിൽ ചെന്നിട്ട് അവിടുത്തെ ട്രൈബൽ വില്ലേജ് ഒക്കെ വിസിറ്റ് ചെയ്ത് കാടിനോട് ചേർന്നുള്ള ഒരു ക്യാമ്പിൽ താമസിച്ച് അവിടുത്തെ വൈൽഡ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്ന ഫസ്റ്റ് പാർട്ടിന് ശേഷം ആഫ്രിക്കൻ കാടുകളുടെ വന്യത വിളിച്ചോതുന്ന രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ ഇത്. സ്വന്തം കുഞ്ഞിനെ ചീറ്റപ്പുലികൾ കടിച്ചു കീറുന്നത് കണ്ട് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വരുന്ന അമ്മ ടോപ്പിയും മാസായിമാരിലെ രാജാക്കന്മാരായിട്ടുള്ള സാലസ് ബോയ്സും മുയലിനെ വേട്ടയാടുന്ന പുള്ളിപ്പുലിയും കുട്ടികളുമായിട്ട് പുൽമേട്ടിലൂടെ കറങ്ങി നടക്കുന്ന റോങ്കായി പ്രൈഡിലെ സിംഹക്കൂട്ടങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ്. ഇതൊന്നും മാത്രമല്ല കേട്ടോ, നൈൽ ക്രോക്കഡൈലും കാണ്ടാമൃഗവും ഒരുപാട് തരത്തിൽപ്പെട്ട ആന്റിലോപ്സും പുള്ളിപ്പുലിയും പൂച്ചപ്പുലിയും കഴുതപ്പുലിയും അതുപോലെ ചീറ്റപ്പുലിയും അങ്ങനെ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരുവിധപ്പെട്ട എല്ലാ ആനിമൽസിനെയും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ടേ. ചീറ്റ ടോപ്പിയുടെ കുഞ്ഞിനെ കഴുത്തിന് കടിച്ചു പിടിച്ച് വെച്ചേക്കുന്നത് കണ്ടില്ലേ? നമ്മൾ വന്നപ്പോഴത്തേക്കും കണ്ട സീൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ച അമ്മ ടോപ്പിയെ ചീറ്റകൾ ചേസ് ചെയ്ത് ഓടിക്കുന്ന സീനാണ് കേട്ടോ കണ്ടത്. നമ്മളപ്പം ലൈവ് ഹണ്ട് നടക്കുകയാണെന്നാണ് വിചാരിച്ചത്. ജസ്റ്റ് പിടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. സ്വന്തം കുഞ്ഞിനെ ചീറ്റപ്പുലികൾ കടിച്ചു കീറുന്നത് നോക്കി നിസ്സഹായതയോടെ നിൽക്കുന്ന അമ്മ ടോപ്പിയുടെ കരളയിലിരിക്കുന്ന കാഴ്ച കേട്ടോ ഇന്നത്തെ ആദ്യത്തെ സൈറ്റിംഗ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട നാഷിപ്പയും 4 കപ്സും കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഹണ്ട് നടത്തിയേക്കുന്നത് കബ്സാണ്. അതുകൊണ്ട് തന്നെ അതൊരു ട്രെയിനിങ് സെഷനും കൂടി ആയിരുന്നിരിക്കണം. നമ്മുടെ നാഷിപ്പ ഇതിനൊക്കെ ഒരു മേൽനോട്ടം വഹിച്ചിട്ടേ ഉള്ളൂ. പോകുന്നില്ല കേട്ടോ, അതിൻ്റെ തള്ള പാവം. പ്രകൃതിയുടെ വികൃതികൾക്ക് മുന്നിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. തള്ളയ്ക്ക് ചെറിയൊരു കുറ്റബോധം ഉണ്ടോ? അങ്ങോട്ട് നോക്കുന്നുണ്ടല്ലോ ഈ തള്ള ആ തള്ളേനെ. ഇതൊരു ഭംഗിയാണ് കൊന്നിട്ടേക്കുന്നോ അല്ല. ചീറ്റയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇത് ഭക്ഷിച്ചു തുടങ്ങും. വെയിറ്റ് ചെയ്തിരിക്കുന്ന പരിപാടിയില്ല. എന്താ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൈന അല്ലെങ്കിൽ വൈൽഡ് ഡോഗ്സ് അതൊക്കെ വന്നിട്ട് ഇതിൻ്റെ തീറ്റ പൊതുവെ മോഷ്ടിച്ചുകൊണ്ട് പോകാറുണ്ട്. അവയോടൊന്നും ചേർത്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ കൊന്ന് ഉടനെ തന്നെ ഭക്ഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലൈൻ. പ്രകൃതിയുടെ ചില നിയമങ്ങൾ അങ്ങനെയാണ്. അതിൻ്റെ നീതിയും ന്യായവും ഒന്നും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലല്ല, അതിക്രൂരമാണെന്ന് നമുക്ക് തോന്നും. ഇവിടെ ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കണ്ടെത്തി കൊടുത്തതിൻ്റെ സംതൃപ്തിയിലാണെങ്കിൽ മറ്റൊരമ്മ തൻ്റെ കുഞ്ഞിനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടതിൻ്റെ തീരാ ദുഃഖത്തിലുമാട്ടോ. ഇടയ്ക്ക് ഞങ്ങളെ തിരിഞ്ഞൊന്ന് നോക്കി എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച്. പക്ഷേ പ്രകൃതിയുടെ ഈ ക്രൂര നിയമത്തിന് മുന്നിൽ ഞങ്ങളും നിസ്സഹായരായിരുന്നു. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഹണ്ടിങ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും മാസായിമാരിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷവും മനസ്സിൽ നിന്ന് മായാത്ത ഒരു സങ്കട കാഴ്ചയായി നമ്മുടെ അമ്മ ടോപ്പിയുടെ ആ വിതുമ്പുന്ന മുഖം. ചീറ്റകൾ കഴിച്ചു കഴിയുന്നതും കാത്ത് രണ്ടുപേരും മരത്തിൽ വെയിറ്റ് ചെയ്തെന്ന് കണ്ടോ. ഇവരും ഭക്ഷ്യശൃംഖലയുടെ മറ്റൊരു ഭാഗമാണല്ലോ. ചീറ്റപ്പുലികളെയും അമ്മ ടോപ്പിയെയും അതുപോലെ അതാ കാത്തിരിക്കുന്ന കഴുകന്മാരെയൊക്കെ അവിടെ വിട്ടിട്ട് നമ്മൾ നമ്മുടെ യാത്ര തുടരുവാണേ. ഇപ്പൊ ഒന്ന് ജീവിയെ കണ്ടോ? സർവൽ ക്യാറ്റ് എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത്. അതായത് ഒരു കാട്ടുപൂച്ചയാണ്. കണ്ടോ ഇതിന്റെ ലുക്ക് കണ്ടോ? പൂച്ചയാണോ എന്ന് ചോദിച്ചാൽ പൂച്ചയല്ല, പുലിയാണെന്ന് ചോദിച്ചാൽ പുലിയല്ല. അതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ശരീരപ്രകൃതി കേട്ടോ ഇതിനുള്ളത്. നീളമുള്ള കാലുകളും അതുപോലെ നല്ല നീളം കൂടിയ കഴുത്തും വലിപ്പം കൂടിയ ചെവിയും. ശരീരത്തിന്റെ അനുപാതം വെച്ച് നോക്കുമ്പോൾ നല്ല നീളമുള്ള ചെവികളും കേട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത. ഇങ്ങനെയുള്ള പുൽമേടുകളിലാണ് ഇതിനെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിലത്ത് കാണുന്ന ജീവികളും അതുപോലെ നിലത്ത് കാണുന്നത് മാത്രമല്ല കേട്ടോ, പക്ഷിയെയും അതുപോലെ വെള്ളത്തിലിറങ്ങി തവളകളെയും വരെ ഇവ പിടിക്കാറുണ്ട്. ഇതിൻ്റെ വലുപ്പത്തിൽ അല്ലെങ്കിൽ ഇതിന് പിടിക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടുന്ന എന്ത് ജീവിയെയും പിടിച്ച് ഭക്ഷിക്കാറുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും ഇവ ഇരയെ പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കേൾവി ശക്തി തന്നെയാണ് കേട്ടോ. ഇരയുടെ ഏത് ചെറിയ അനക്കവും ദൂരെ നിന്ന് തന്നെ കേട്ടിട്ട് ചാടി വീണ് അവയെ പിടിക്കുകയാണ് ഇതിൻ്റെ പ്രധാന പരിപാടി. ഇതേ എന്തിനെയോ ഓൾറെഡി പിടിച്ചു കഴിഞ്ഞു കേട്ടോ. പൂച്ച ഫാമിലിയിൽപ്പെട്ട മറ്റു മൃഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഹണ്ടിങ് സക്സസ് റേഷ്യോ ഭയങ്കര കൂടുതലാണ്. 2 അറ്റംപ്റ്റിൽ മിക്കവാറും ഒരെണ്ണത്തിൽ അതിനെ ഇരയെ പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മറ്റ് ആനിമൽസ് പിടിച്ചിട്ടിട്ടേക്കുന്നതിൻ്റെ ബാക്കിയൊന്നും ഇത് ഭക്ഷിക്കാറില്ല. കാരണം ഇഷ്ടം പോലെ തന്നെ ഹണ്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് 2-3 മീറ്റർ ഉയരത്തിലോട്ടൊക്കെ ചാടി പറന്നു പോകുന്ന പക്ഷികളെയൊക്കെ ഇവ പിടിക്കാറുണ്ട്. ഇത് കേട്ടോ നമ്മൾ സഫാരി പോകുന്ന നമ്മുടെ ലാൻഡ് ക്രൂസറിൻ്റെ ഉൾവശം 2 സൈഡും റൂഫും ഓപ്പൺ ആണ്. അതുപോലെ ഒരു സൈഡിൽ സീറ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊക്കെ വേണ്ടി സെറ്റാക്കി വെച്ചേക്കുകയാണ്. ഇത് വണ്ടി കൊണ്ടുപോയി നിർത്തിയേക്കുന്ന സ്ഥലം കണ്ടോ? ഒരു യമണ്ടൻ കാട്ടുപോത്ത് കേട്ടോ. ആഫ്രിക്കൻ ബഫല്ലോ അതല്ലെങ്കിൽ കേപ്പ് ബഫല്ലോ എന്നറിയപ്പെടുന്ന നമ്മുടെ ശരിക്കുള്ള കാട്ടുപോത്ത്. ശരിക്കുള്ള കാട്ടുപോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ വൈൽഡ് ഗവർനെയാണ് നമ്മൾ ഈ ഒരു സാധനം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ കാട്ടുപോത്ത് എന്ന് വിളിക്കുന്നത്. ഇതാണ് കേട്ടോ ശരിക്കുള്ള സാധനം. അവൻ്റെ കൊമ്പ് കണ്ടോ, രണ്ടും കൂടെ കൂടി ചേർന്നിട്ട് ഒരു കിരീടം വെച്ച പോലെ ഇരിക്കുന്നത്. ഇത് തന്നെയാണ് ഇവന്മാരുടെ മെയിൻ പ്രത്യേകതയും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്ത്യൻ വൈൽഡ് ഗവർനെ തന്നെയാണ് കേട്ടോ കാണാനൊക്കെ ഒരു ഭംഗി.
ഈ കാട്ടുപോത്തുകളുടെ ജീവിത രീതിയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ വൈൽഡ് ഗവറിനെ പോലെ ഒറ്റയാൻ മെയിലിങ്ങനെ നടക്കാറുണ്ട്. അതുപോലെ തന്നെ ബാക്കി വലിയ കൂട്ടങ്ങളൊക്കെ ആയിട്ട് കാണപ്പെടാറുണ്ട്. നമ്മളിങ്ങനെ ആഫ്രിക്കൻ സവന്നാസിലൂടെ പറന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ അടുത്ത സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആനകളാണ്, ആഫ്രിക്കൻ എലഫൻസ്. നോക്കി സൈസ് വൈസ് നമുക്ക് ക്ലിയർ ഡിഫറൻസ് മനസ്സിലാകും കേട്ടോ. എന്നാ വലുപ്പമാണെന്ന് നോക്കി. ഇതേ ഒരു കുറുമ്പൻ നമ്മുടെ നേരെ പാഞ്ഞു വരുന്നത് കണ്ടോ. കുറുമ്പനാണോ കുറുമ്പിയാണെന്ന് കൊമ്പ് കണ്ടിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ആഫ്രിക്കൻ ആനകൾക്ക് മെയിലിനും ഫീമെയിലിനും കൊമ്പുണ്ട്. അപ്പം കൊമ്പനാന എന്ന് വിളിക്കുന്നതിൽ കഥയില്ല. നമുക്കിവിടെ മെയിലിനെയാണ് നമ്മുടെ നാട്ടിൽ കൊമ്പനാന എന്ന് വിളിക്കുന്നതെങ്കിൽ ഇവിടെ അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല. എല്ലാ ആനയ്ക്കും കൊമ്പുണ്ടെങ്കിലും അതുപോലെ നല്ല വലിപ്പവും വലിയ ചെവികളും ഒക്കെ ആണെങ്കിൽ തന്നെയും നമ്മുടെ ഏഷ്യൻ ആനകളെ കാണുന്ന ആ ഒരു ഭംഗി ഇതിനുണ്ടെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൻ്റെ ആയിരിക്കും. നമ്മൾ കൊച്ചിലെ മുതൽ ആന എന്നുള്ള നമ്മുടെ ഒരു സങ്കല്പത്തിൽ നിന്ന് ചെറുതായിട്ടൊക്കെ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് നമ്മുടെ ഏഷ്യൻ ആനകളെ കാണുന്ന കേട്ടോ ഒന്നുകൂടെ ഭംഗിയുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. ഏതായാലും നമ്മുടെ ആന നടന്നു പോകുന്നതിൻ്റെ ബാക്കിലായിട്ട് അങ്ങ് ദൂരെ കുനുകുനുവെന്ന് കാണുന്നത് മുഴുവൻ വിൽഡ് ബീസ്റ്റുകളാണ്. ഒരുപാടെണ്ണം ഇങ്ങനെ കടൽ പോലെയുണ്ട്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ വിൽഡ് ബീസ്റ്റുകളെയും സീബ്രകളെയൊക്കെ ഒരുപാടെണ്ണം കാണിച്ചു. മൈഗ്രേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി എണ്ണം ഉണ്ട് കേട്ടോ. ഇപ്പം മൈഗ്രേഷൻ്റെ സമയമായതുകൊണ്ട് തന്നെ സവന്നാസ്, അതായത് ഈ ആഫ്രിക്കൻ പുൽമേടുകൾ എപ്പോഴും ഭയങ്കര കളർഫുള്ളായിരിക്കും. ഒരുപാട് വിൽഡ് ബീസ്റ്റുകളും സീബ്രാസും ടോപ്പീസും അങ്ങനെ ഒരുപാട് ആനിമൽസ് നമ്മുടെ സെരംഗട്ടി നാഷണൽ പാർക്ക്, ടാൻസാനിയയിലുള്ള സെരംഗട്ടി നാഷണൽ പാർക്കിൽ നിന്ന് തീറ്റയും വെള്ളമൊക്കെ തേടിയിട്ട് നമ്മുടെ മാസായിമാര, കെനിയയിലെ മാസായിമാരിലേക്ക് വരുന്ന ആ പ്രോസസ്സാണ് ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. മൈഗ്രേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടേ. നോക്കി ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അസൽ കാള പോലിരിക്കുന്ന ഒരു ആനിമലാണ്. പക്ഷേ കാളയൊന്നുമല്ല, ആൻറ്റലോപ്സിൽപ്പെട്ട ഏറ്റവും വലിയ ആനിമലായിട്ടുള്ള കോമൺ ഇലാൻഡ് എന്ന് പറയുന്ന ആനിമലാട്ടോ ഇത് മൈഗ്രേഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഇവിടെ വരാറുണ്ട്, അല്ലാതെ നേറ്റീവായിട്ടും ഇവിടെയുണ്ട്. പൊതുവേ ഇതുപോലത്തെ പുൽമേടുകളിലാട്ടോ ഇതിങ്ങനെ തീറ്റ തേടി നടക്കാറുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ആനിമലാട്ടോ. അതിൻ്റെ ശരീരത്തിലെ വരകൾ കണ്ടോ, മുകളിലൊരു 3-4 വെള്ള വരകൾ കാണാം. അപ്പോൾ ഇതിൻ്റെ മെയിലിനെയും ഫീമെയിലിനെയൊക്കെ ഒറ്റ നോട്ടത്തിൽ കൊമ്പ് വെച്ചൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം മെയിലിനും ഫീമെയിലിനും ഇതിന് കൊമ്പുണ്ട്. ഒരു ജിറാഫ് നിൽക്കുന്ന നോക്കി. പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ടവർ പണിത് വെച്ചേക്കുന്ന പോലെ ആശാൻ്റെ നിൽപ്പേ. സാധാരണ കുറ്റിക്കാട്ടിനോട് ചേർന്നാണ് ഇതിനെ കാണാറുള്ളത്. കാരണം ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് ഇതിന് കഴിക്കാൻ പാകത്തിനൊന്നും കിട്ടാറില്ലല്ലോ. നിലത്തുനിന്ന് കഴിക്കാനാണ് ഇതിന് വലിയ ബുദ്ധിമുട്ടുമാണ്. ഇത് ഒരു ഒട്ടകപ്പക്ഷി, ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ഇതിന് ശരിക്കും പറഞ്ഞാൽ പറക്കാനുള്ള കഴിവില്ല, എന്നാലും പക്ഷിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുട്ടയാട്ടോ ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള എഗ്ഗ്. ഒരു 1.5 കിലോ ഒക്കെ ഏകദേശം ഭാരം വരും ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്ക്. ഇതൊരു ആൺപക്ഷിയാണ്. ഇതിനെ തിരിച്ചറിയുന്നത് ഇതിൻ്റെ കളറ് തന്നെയാണ്. ശരിക്കും നല്ല കറുത്ത കളറിലുള്ള തൂവലുകളും അതുപോലെ വാലയിലും ചിറകിലും വെള്ള നിറത്തിലുള്ള തൂവലുകളുള്ളത് ആൺപക്ഷിക്കാണ്. അതുപോലെ പെൺപക്ഷിക്കാണെങ്കിൽ മൊത്തത്തിൽ ബ്രൗൺ നിറത്തിലുള്ള തൂവലുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ ആൺപക്ഷിയും പെൺപക്ഷിയും അതുപോലെ തന്നെ അടയിരിക്കാറുണ്ട്. രാത്രിയിൽ ആൺപക്ഷിയും പകല് പെൺപക്ഷിയാട്ടോ അടയിരിക്കുന്നത്. പറക്കാനുള്ള കഴിവില്ലെങ്കിലും നല്ല ഓട്ടക്കാരാണ് ഇവർ. 70-80 കിലോമീറ്റർ സ്പീഡിലൊക്കെ വരെ ഇവർക്ക് ഓടാൻ പറ്റും കേട്ടോ. ഈ സ്ട്രോങ് കാലുകൾ തന്നെയാണ് അവരുടെ ഡിഫെൻസീവ് മെക്കാനിസവും. അങ്ങ് ദൂരെ കടൽ പോലെ കാണുന്ന വലിയ ആനിമൽസിൻ്റെ ആ കൂട്ടം വിൽഡ് ബീസ്റ്റിൻ്റെ ഒരു കൂട്ടമാണെന്ന് ആദ്യം വിചാരിച്ചത്. പക്ഷേ വിൽഡ് ബീസ്റ്റ് അല്ല, കാട്ടുപോത്തുകളാണ് കേട്ടോ. നമ്മൾ അതിനകത്തേക്കാണ് ഇപ്പോൾ കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. മെയിൽസും ഫീമെയിൽസും ഒരുപാട് കുട്ടികളും ഒക്കെ ആയിട്ടുള്ള വലിയൊരു കൂട്ടം തന്നെയാണ് കേട്ടോ ഇത്. നമ്മുടെ നാട്ടിലെ കാട്ടുപോത്തുകളെ പോലെ തന്നെ മെയിലിന് കുറച്ച് കറുപ്പ് നിറം കൂടുതലും ഫീമെയിലിന് കുറച്ച് ബ്രൗണിഷ് കളറും ആട്ടോ ഉള്ളത്. ഇവയുടെ സോഷ്യൽ സ്ട്രക്ചറൊക്കെ ആണെങ്കിലും നമ്മുടെ ഇവിടുത്തെ കാട്ടുപോത്തുകളുടെ ഇതുപോലെ തന്നെയാണ്. ഒരു ചെറിയ വ്യത്യാസം ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടില്ല, അതായത് ഇതിനെ നാട്ടിൽ വളർത്തുന്നില്ല എന്നുള്ളത് മാത്രം കേട്ടോ ഒരു മെയിൻ വ്യത്യാസം. അതിൻ്റെ പ്രധാന കാരണം തികച്ചും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇവയുടെ അഗ്രസീവ് നേച്ചർ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ സഫാരി ഓൾമോസ്റ്റ് കഴിയാനേ നേരം വൈകി തുടങ്ങി. നോക്കി പോകുന്ന വഴിയിലെല്ലാം നിറയെ ആനിമൽസ് നിൽക്കുക കേട്ടോ. നമ്മുടെ നാട്ടിൽ മാനുകൾ നിൽക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. അതിലും കൂടുതൽ വിൽഡ് ബീസ്റ്റുകളും സീബ്രാസും ഒക്കെ ഇങ്ങനെ പോകുന്ന വഴിയിലെല്ലാം നിറയുണ്ട്. നല്ല രസമാണ് ഇവയെ കാണാൻ വേണ്ടിയിട്ട്. ലൈറ്റ് ശരിക്കും പോയെങ്കിലും ഈ ഒരു കാഴ്ച കണ്ടിട്ട് നിർത്താതെ പോകാൻ തോന്നിയില്ല. ഒരു ജിറാഫും കുറേ കുഞ്ഞുങ്ങളും. ശരിക്കും പറഞ്ഞാൽ ഒരു ജിറാഫിൻ്റേതായിരിക്കില്ല കുഞ്ഞുങ്ങളൊക്കെ. ജിറാഫിന് പൊതുവേ ഒരു പ്രസവത്തിൽ ഒരു കുട്ടിയൊക്കെ ഉണ്ടാവാറുള്ളൂ. വളരെ റെയറായിട്ട് ട്വിൻസും. ഇത് കുറേ എണ്ണം ഉണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ തള്ളമാർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറി വേറെ എവിടെയെങ്കിലും കാണും. അത് നോക്കി നൈസായിട്ട് ഒരുത്തൻ പാല് കുടിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ജിറാഫിൻ്റെ ബേബി പാല് കുടിക്കുന്നതും കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ സഫാരിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ ക്യാമ്പിലെത്തി. ഡിന്നറും കഴിഞ്ഞ് ഇത് പോയി കിടന്ന് രാവിലെ എഴുന്നേറ്റ് അടുത്ത സഫാരി സ്റ്റാർട്ട് ചെയ്തേ.
സഫാരി തുടങ്ങിയപ്പോൾ തന്നെ കണ്ടത് ഒരു അടാറ് ആൺസിംഹം പ്രൗഢഗംഭീരമായിട്ട് നടന്നു വരുന്ന സീനാണ് കേട്ടോ. ലൈറ്റ് വീണ് വരുന്നതേ ഉള്ളൂ. നമ്മുടെ വണ്ടിക്ക് ക്രോസ് ചെയ്ത് മെല്ലെ അങ്ങോട്ടങ്ങ് മാറിയേ. ഒരെണ്ണം അല്ലായിരുന്നു കേട്ടോ, 2 ഉണ്ടായിരുന്നു. എന്നെ ഒരു കാഴ്ച നോക്കി, 2 ആൺസിംഹങ്ങൾ ഒരുമിച്ച് നമ്മുടെ നേരെ നടന്നു വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ 2 ആൺസിംഹങ്ങളെ ഒരുമിച്ച് കാണുന്നത്. ഇത് 2 അല്ല, ശരിക്കും 3 ഉണ്ട്. ഒരെണ്ണം അപ്പുറത്തെ എവിടെയും ഉണ്ട്. ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള സാലസ് ബോയ്സ് എന്ന് പറയുന്ന 3 മെയിൽ ലയൺസിൻ്റെ കൊയലേഷനാണ് കേട്ടോ. എന്താണ് ഈ കൊലീഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഒരു സിംഹത്തിൻ്റെ കൂട്ടത്തെ, അതായത് ഒരു പ്രൈഡിനെ ലീഡ് ചെയ്യുന്നത് ഒരു മെയിൽ ലയൺ ആയിരിക്കും. അപ്പോൾ ചില സമയത്ത് ഒരു 2-3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആൺസിംഹങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരു കൊലീഷൻ ഉണ്ടാക്കും. എന്നിട്ട് അവരായിരിക്കും ആ പ്രൈഡിനെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു പ്രൈഡ് എന്ന് പറയുന്നത് ടോപ്പി പ്രൈഡ് എന്ന് പറഞ്ഞൊരു കൂട്ടം കേട്ടോ. അതിനെ ലീഡ് ചെയ്യുന്ന സാലസ് ബോയ്സ് എന്ന് പറയുന്ന ഒരു 3 ലയണിൻ്റെ കൊയലേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനകത്ത് 2 പേരാണിത്, ഒരാൾ അപ്പുറത്ത് എവിടെയോ ഉണ്ട്. സാലസ് ബോയ്സിന്റെ പേര് വളരെ രസകരമാണ് കേട്ടോ. ഒസാപ്പുക്, ഓർക്കിട്ടോക്, ഒലിയോപോളോസ്, അങ്ങനെയാണ് കേട്ടോ സാലസ് ബോയ്സിലെ 3 അവന്മാരുടെയും പേര്. ഇതുവരെ പതിയെ നടന്നു വന്നോണ്ടിരുന്നവന്മാർ പെട്ടെന്ന് സ്പീഡ് കൂട്ടിയേ ഓടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് 3ാമത്തെ ലൈൻ അവിടെ നിന്ന് എന്തോ സിഗ്നൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം അതിനടുത്തേക്ക് ഓടി ചെല്ലുന്നതാണെന്നാണ് കേട്ടോ. ശരിക്കും കാട്ടിലെ രാജാവെന്ന് വിളിക്കുന്നത് വെറുതെ അല്ല, അതിൻ്റെ ഒരു ഗാംഭീര്യം കണ്ടോ, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡും. നമ്മുടെ ഡ്രൈവറുടെ ഊഹം ശരിയായിരുന്നു കേട്ടോ. സാലസ് ബോയ്സിലെ 3ാമൻ ഇതേ നിൽക്കുന്നു, ഒരു വിൽഡ് ബീസ്റ്റിനെ അടിച്ചിട്ട് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പുള്ളി ഹെൽപ്പിന് വിളിച്ചതാണ് ഇവന്മാരെ. അപ്പോൾ ഇവർക്ക് മാത്രം കേൾക്കാവുന്ന ഒരു ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിരിക്കണം. കാരണം പെട്ടെന്നാണ് അവന്മാർ ഒരു അലേർട്ട് കേട്ടതുപോലെ ഓടി വന്നത്. ഹൈനാസിനെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ സാലസ് ബോയ്സിനെ ഫസ്റ്റ് ലൊക്കേറ്റ് ചെയ്തത് ഒരുപാട് ദൂരത്തു നിന്നാണ് കേട്ടോ, ഇവിടെ നിന്നും. അതായത് അത്രയും ദൂരെ ഇവന്മാർ ആ സൗണ്ട് അല്ലെങ്കിൽ സിഗ്നൽ കിട്ടിയിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഓടി വന്നത് കേട്ടോ. നമ്മൾ വരുമ്പോഴത്തേക്കും കണ്ട സീന്, ഈ കില്ലിൻ്റെ അടുത്ത് മുഴുവൻ ഹൈനാസ് ചുറ്റും കൂടി നിൽക്കുകയായിരുന്നു. ഈ ഒരു ഒറ്റ ലയണ് അവരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്കും പുള്ളി ഹെൽപ്പിന് വിളിച്ചിട്ട് വന്നതാണ് അവന്മാർ 2 വേറെ ലയൺസിനെയും കൂടെ കണ്ടപ്പോഴത്തേക്കും ഹൈനാസ് പറന്നു അവരെ ചേസ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് മറ്റവന്മാർ 2 പേരുവേ. ഈ കുഞ്ഞൻ കുറുനരിയുടെ ധൈര്യം അപാരം കേട്ടോ. ഇര പിടിച്ചിട്ട് നിൽക്കുന്ന സിംഹത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് പോയിട്ട് അതിന്റെ ഇരയെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് പുള്ളി നടത്തുന്ന ശ്രമം കണ്ടോ. ഇടയ്ക്കിടയ്ക്ക് സിംഹം ഒന്ന് പേടിപ്പിക്കും, ആശാനങ്ങ് മാറിക്കൊടുക്കും, വീണ്ടും വരും. അപാര ധൈര്യം തന്നെ. ഏതായാലും കുറച്ച് ഇറച്ചി കഴിച്ചിട്ടേ ഉള്ളെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലാന്ന് തോന്നുന്നു ആശാൻ. ഫുഡിന്റെ പേരിൽ അവന്മാരുടെ ഇടയിൽ ഒരു ചെറിയ ആഭ്യന്തര കലഹം തൽക്കാലത്തേക്ക് ഉണ്ടായപ്പോഴത്തേക്കും ആ ഗ്യാപ്പ് മുതലെടുത്ത് കുറുനരി ഒരു ചെറിയ പീസും കടിച്ചോണ്ട് പോയി കേട്ടോ. സൈഡ് സ്ട്രൈപ്ഡ് ചാക്കൽസ് എന്നറിയപ്പെടുന്ന ആഫ്രിക്കയിൽ കാണുന്ന ഒരു തരം കുറുനരിയാട്ടോ ഇത്. ഇവന്മാർ പൊതുവെ അഗ്രസീവ് ഒന്നുമല്ല, സ്കാവെഞ്ചേഴ്സ് ആണ്. ഇതുപോലെ സിംഹങ്ങളോ അല്ലെങ്കിൽ വലിയ കാർണിവോറസ് ആയിട്ടുള്ള ആനിമൽസ് പിടിച്ചിടുന്ന ഇരകളുടെ അവശിഷ്ടങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പോയി സൈഡിൽ നിന്ന് മോഷ്ടിച്ച് ചിരിച്ചൊക്കെ കഴിക്കുക എന്നുള്ളതാണ് ഇവന്മാരുടെ ഒരു ലൈൻ. ഇവർക്ക് അധികം ഫുഡൊന്നും വേണ്ട, അതുകൊണ്ട് തന്നെ സിംഹം ഇവനെ വലിയ കാര്യമായിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇടയ്ക്കൊന്ന് പേടിപ്പിച്ച് വിടുന്നതേ ഉള്ളൂ. കാരണം അവൻ കൊണ്ടുപോയാലും ഇത്രയ്ക്ക് കൊണ്ടുപോകുമെന്ന് ഇവർക്കറിയാം. 3ാമൻ ഇതുവരെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല കേട്ടോ. അവൻ ഹൈനാസിന്റെ പുറകെ പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല. ആ സമയം കൊണ്ട് ഇവന്മാർ 2 പേരും ഇവിടെ കഴിച്ചു തുടങ്ങിയേ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇത് ടോപ്പി പ്രൈഡിന്റെ ലീഡേഴ്സാണ് ഈ സാലസ് ബോയ്സ് എന്നുള്ളത്. അപ്പോൾ ടോപ്പി പ്രൈഡ് എന്ന് പറഞ്ഞാൽ ഈ മസായിമാരിൽ തന്നെ ഏറ്റവും വലിയ ലയൺ പ്രൈഡാണ് കേട്ടോ. അതിൻ്റെ അമരത്തിരിക്കുന്ന യുവമാർ ഒട്ടും മോശക്കാരല്ല. ഇതുവരെ ഒരു ഫൈറ്റിലും ഇവന്മാർ തോറ്റിട്ടില്ല എന്നാണ് കേട്ടോ കേട്ടേക്കുന്നത്. കാരണം ടെറിട്ടറി ഫൈറ്റ് ആകട്ടെ, അങ്ങനെ എന്ത് ഫൈറ്റ് വന്നാലും ഇവന്മാർ ഇതുവരെ തോൽവി അറിയാതെ വാഴുന്ന രാജാക്കന്മാരാണെന്നാണ് പറയുന്നത്. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെയിൽ കൊയിലേഷനാണ് ഈ സാലസ് ബോയ്സ് എന്ന് പറയുന്നത്. ഇവർ പൊതുവെ ഇവരുടെ ടെറിട്ടറി വിട്ട് പുറത്തേക്ക് പോയി ഫൈറ്റൊന്നും ചെയ്യാറില്ല, വഴക്കൊന്നും പോകാറില്ല, മാന്യന്മാരാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വന്ന ഇവന്മാർ വെറുതെ വിടാറുമില്ല കേട്ടോ. മൂന്നാമൻ ഇതേ ഹൈനകളെയൊക്കെ ഓടിച്ചു വിട്ടിട്ട് ഇവിടെ വന്ന് കിടപ്പണ്ടേ. മറ്റവന്മാർ കഴിച്ചു തീരാൻ വേണ്ടിയിട്ട് തൻ്റെ ഊഴം കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. വരുന്നുണ്ട്. ഹൈനുകളെയൊക്കെ ഓടിച്ചിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കിടന്ന് ശേഷം ആശാൻ മെല്ലെ എണീറ്റിങ് പോകുന്നേ. പുള്ളിക്കും വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവൻ്റെ വരവ് കണ്ടിട്ടാണോ അതോ കഴിച്ച് മതിയായിട്ടാണോ എന്ന് അറിയത്തില്ല. ഇവിടെ ഒരാൾ എഴുന്നേറ്റേ. പുള്ളിയുടെ വയറിരിക്കുന്നുണ്ടോ, വയറ് വീർത്ത് നല്ല അനങ്ങാൻ വയ്യാത്ത രീതിയിലായി കേട്ടോ. നല്ല കീച്ച് എന്നാണ് തോന്നുന്നത്. ഏതായാലും മറ്റവൻ്റെ വരവ് കണ്ടപ്പോഴത്തേക്കും ഇവിടെ കഴിച്ചു കഴിഞ്ഞ് അവനങ്ങ് മെല്ലെ മാറിക്കൊടുത്തേ. അതിനെ കൂട്ടത്തെ മൊത്തത്തിൽ ഓടിച്ചു വിട്ടെങ്കിലും 1ഉം 2ഉം ഒക്കെ ആയിട്ട് അതിലെ ചുറ്റിപ്പറ്റി നടപ്പുണ്ട് കേട്ടോ. സിംഹങ്ങൾ ഇട്ടിട്ട് പോയാൽ അപ്പം അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആശാന് വലിയ വിശപ്പൊന്നുമില്ലെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളി നടന്നു വന്ന് മെല്ലെ അടുത്ത് വന്ന് കിടക്കുന്നുണ്ടോ.
ഒരാൾ എഴുന്നേറ്റ് പോയതിൻ്റെ വേക്കൻസി ഉണ്ടെങ്കിലും ആശാൻ ഇപ്പോൾ കൈവെക്കാൻ വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു. ഒരാൾ നിർത്തിയിട്ട് പോയതോ മറ്റേ ആൾ വന്ന് അടുത്ത് കിടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ ഇവൻ നല്ല തീറ്റ തുടരുവാണേ. ഓൾമോസ്റ്റ് ഒരു വിൽഡ് ബീസിനെ 3/4 ഭാഗവും ഇവന്മാർ കഴിച്ചു തീർത്ത് കേട്ടോ രണ്ടുപേരും കൂടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ക്ലോസപ്പ് വിഷ്വൽസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് 2 ക്യാമറകളാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ഒന്ന് നമ്മുടെ പാനസോണിക് ലൂമിക്സ് GH7 പുതിയ ക്യാമറയാണ്, പിന്നെ വേറൊരെണ്ണം നിക്കോണിൻ്റെ ZF. 2 ക്യാമറകളുടെയും ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സിംഹം നേർക്ക് നേർ വന്നപ്പോഴത്തേക്കും ഓടിപ്പോയെങ്കിലും ഇവർക്ക് അങ്ങനെ വലിയ പേടിയൊന്നുമില്ല കേട്ടോ. ഇവർ വീണ്ടും മെല്ലെ കൂടിയിട്ടുണ്ട്. നോക്കിയേ, 2 ഒരുമിച്ച് വന്ന് നിൽക്കുന്നേ. അപ്പം ഗോൾഡൻ ലൈറ്റിൽ നമുക്ക് സാലസ് ബോയ്സ് തന്നത് എക്സ്ട്രീം വൈൽഡ് കാഴ്ചകളായിരുന്നേ അവരെ. അപ്പോൾ അവരുടെ പാട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പുതിയ കാഴ്ചകൾ തേടി പോവുകയാണേ. ഇത് നമ്മുടെ അടുത്ത സൈറ്റിങ്സ് എന്ന് പറയുന്നത് കരയിലെ ഏറ്റവും വേഗം കൂടിയ ആനിമലായിട്ടുള്ള ചീറ്റയാണ്. എന്തുകൊണ്ടാണ് ചീറ്റയെ വേഗം കൂടിയ ആനിമൽ എന്ന് പറയുന്നതിനുള്ളതിന് കാരണം നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഇന്ത്യയിൽ മുന്നേ ഒരുപാട് എണ്ണം ഉണ്ടായിരുന്ന സാധനമാണ് ഈ ചീറ്റ എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് വേട്ടയാടലും അതുപോലെ ആവാസ വ്യവസ്ഥ നശിച്ചതൊക്കെ കാരണം വംശനാശം സംഭവിച്ചു പോയതാണ്. ഈ ചീറ്റ എന്നുള്ള വേർഡ് തന്നെ ആക്ച്വലി സംസ്കൃത വാക്കായിട്ടുള്ള പെയിന്റഡ് എന്നർത്ഥം വരുന്ന ചിത്രയ എന്നുള്ളൊരു വാക്കിൽ നിന്ന് ഉത്ഭവിച്ചതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഹൈറ്റുള്ള ഒരു സ്ഥലത്ത് കയറി എന്നിട്ട് 4 പാടും വീക്ഷിക്കുകയാണ് ആശാൻ. ചുറ്റും വല്ല ഇരകളും നിൽപ്പുണ്ടോയെന്ന് നോക്കുകയാണ്. ഒരു ഹണ്ടിങ്ങിനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. ചീറ്റകളെക്കുറിച്ച് ഏതായാലും നമ്മൾ ഒരുപാട് ഫസ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് ഇവിടെ കൂടുതൽ പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ഈ മാസായിമാരയിലെ അത്ഭുത കാഴ്ചകളിലേക്ക് എത്തിച്ചത് 2 Awesome മാസായി എന്ന് പറഞ്ഞ ഒരു ട്രാവൽ കമ്പനിയാണ് കേട്ടോ. മലയാളി ഓണർഷിപ്പിലുള്ളൊരു കമ്പനിയാണ്, ട്രസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ വളരെ ചെറിയ ബഡ്ജറ്റിൽ ഇങ്ങോട്ടേക്കുള്ള പാക്കേജ് ചെയ്തു തരുന്ന ഒരു കമ്പനിയും കൂടിയാണ് കേട്ടോ. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേയിലെ സഫാരിയിലെ മാരക സൈറ്റിങ്സിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയേക്കാണ് കേട്ടോ. ഇത് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതെല്ലാം കൂടെ എടുത്തുകൊണ്ട് നമുക്ക് നല്ല കാറ്റായതുകൊണ്ട് എടുത്ത് വെച്ചെടുക്കാൻ സമയമില്ല. എടുക്കുക, കഴിക്കുക. അതുകൊണ്ട് കാണിച്ചു തരാനൊക്കെ ഇത്തിരി പാടാട്ടോ. അതെ, ഓരോരോ ഐറ്റം എടുക്കുന്നുണ്ട്. അതിന് മുന്നേ എടുത്ത് തീർക്കണം. ഏതാണ്ട് ഇന്നലത്തേന് സിമിലർ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ഇതൊക്കെയാണ് കേട്ടോ ആംബിയൻസ് എന്ന് പറയുന്നത്. കൊടുങ്കാട്ടിൽ, അതും ആഫ്രിക്കയിലെ കൊടുങ്കാടിന് നടുക്ക് കൊണ്ട് വണ്ടി നിർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടോ. ആശാനും ശിഷ്യന്മാരും എല്ലാം ഉണ്ട്. കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ലൈൻ സൈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് കോള് വന്നതനുസരിച്ച് ചവിട്ടി വിടുക കേട്ടോ ഡേവിഡ്. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് തൊട്ട് ഫ്രണ്ടിൽ കൂടെ സിംഹിണികൾ നടന്നു പോകുന്നതുണ്ടോ. ഒരെണ്ണമല്ല, ഒരു കൂട്ടം തന്നെയുണ്ടേ. എന്നെ ഒരു കാഴ്ച ഒന്ന് നോക്കി. സിംഹക്കുട്ടികളും അതുപോലെ പെൺസിംഹങ്ങളും ഒക്കെ ആയിട്ടൊരു വലിയ കൂട്ടം നമ്മുടെ നേരെ നടന്നു വരുന്നത് കണ്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ട അതേ കൂട്ടമാണേ. ഒരു മാളത്തിൽ നിന്ന് മുള്ളമ്പന്നീനെയൊക്കെ വലിച്ച് പുറത്തിട്ട് പിടിച്ച് തിന്നുന്ന ഒരു ഗ്രൂപ്പിനെ കണ്ടില്ലായിരുന്നോ, റോങ്കായ് പ്രൈഡ്. അതേ പ്രൈഡിൽ പെട്ട സിംഹങ്ങൾ തന്നെയാണ് കേട്ടോ ഇത്. അതിനകത്തെ പെൺസിംഹങ്ങളും അതുപോലെ കുട്ടികളുമാണ് കേട്ടോ ഈ ഗ്രൂപ്പിലുള്ളത്. കുറുമ്പന്മാരായിട്ടുള്ള കുട്ടികളടങ്ങിയ സിംഹക്കൂട്ടം ഇതുപോലെ പുല്ലിനകത്തൂടെ നടന്നു വരുന്നത് കാണാനേ എന്നാ ഒരു രസമെന്ന് നോക്കി. പെട്ടെന്നൊരു വെയിൽ തെളിഞ്ഞപ്പോഴത്തേക്കും നല്ല സ്വർണ്ണ കളറിൽ തിളങ്ങുന്ന പുല്ലിനിടയ്ക്ക് ഏതാണ്ട് അതേ കളറിലുള്ള സിംഹങ്ങളിരിക്കുന്ന കാഴ്ചയുണ്ട്. ഒരു രക്ഷയില്ലാത്തൊരു സീനായിരുന്നു കേട്ടോ ഇത്. ഇതുപോലെ ഇഷ്ടം പോലെ സൈറ്റിങ്സ് ഓഫ് സീസൺ സമയത്തും ഇവിടെയുണ്ട് കേട്ടോ. ഇതിപ്പോൾ മൈഗ്രേഷൻ സമയം ആയതുകൊണ്ടാണ് ഒരുപാട് വിൽഡ് ബീസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളതെങ്കിലും ഈ പറഞ്ഞ സിംഹങ്ങളും പുലിയും അതുപോലെ നമ്മുടെ ചീറ്റയും അങ്ങനെയുള്ള എല്ലാ ആനിമൽസും നമുക്ക് ഓഫ് സീസൺ സമയത്തും ഇവിടെ വന്നാൽ കാണാൻ പറ്റുമേ. അങ്ങനെ ഓഫ് സീസൺ സമയത്ത് മാസായിമാരയിൽ ഞങ്ങളുടെ കൂടെ പോരണമെന്നുണ്ടെങ്കിൽ ജനുവരിയിൽ നമ്മുടെ പിക്കോളിൻസ് വൈഫിലെ കോളിനും വൈഫും കൂടെ കപ്പിൾ ട്രിപ്പ് നടന്നുണ്ട് കേട്ടോ. കോളിനെയും വൈഫിനെയും കൂടാതെ വെറും 2 കപ്പിൾസിന് മാത്രമേ അവസരമുള്ളൂ. അപ്പോൾ അങ്ങനെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെയോ കോളിനെയോ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ മാർച്ചിൽ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ സെയിം 2 Awesome മാസായി വഴിയാണ് ഞങ്ങൾ പോകുന്നത്. ഇനി ഞങ്ങളുടെ കൂടെ പോകേണ്ട, നിങ്ങളുടെ ഇഷ്ടമുള്ള ഡേറ്റിലും കാര്യങ്ങളിലും കസ്റ്റമൈസ് ചെയ്ത പാക്കേജ് പോകണമെന്നുണ്ടെങ്കിൽ അവരെ ഡയറക്റ്റ് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. അവരുടെ നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
ഒരു ടോപ്പിക്കുട്ടം വളരെ അലേർട്ടായിട്ട് അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നുണ്ടോ? അതിനർത്ഥം ഏതോ പ്രെഡേറ്റർ തൊട്ടടുത്തുണ്ടെന്നുള്ളതാണ്. അതാണ് അവർ അത്ര അലേർട്ടായിട്ട് നിൽക്കുന്നത്. പോരാത്തതിന് ഒരു കുട്ടിയും കൂടെയുണ്ട്, കണ്ടോ? നമ്മുടെ ടോപ്പിക്കൂട്ടം അലേർട്ടായതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഇത് കണ്ടില്ലേ, ഒരു ചീറ്റ ഇരതേടി നടക്കുന്നത്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ കണ്ടില്ലായിരുന്നു ഒരു ചീറ്റ കുന്നിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ട് 4 പാടും വീക്ഷിക്കുന്നത്? അതേ ആൺചീറ്റ തന്നെയാണ് കേട്ടോ ഇത്. ഈ ടോപ്പിയെ കാണുമ്പോഴത്തേക്കും ഇന്നലെ നമ്മുടെ നാഷിപ്പയും കുഞ്ഞുങ്ങളും കൂടെ ചേർന്ന് പിടിച്ച ടോപ്പി കുഞ്ഞിൻ്റെ അമ്മയായിട്ടോ ഓർമ്മ വരുന്നത്. അതൊരു വല്ലാത്ത കാഴ്ച തന്നെയായിരുന്നു. ചീറ്റയുടെ ഒരു ഹണ്ടിന് സാധ്യതയുണ്ട്. കുറച്ച് നേരമായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. കരയിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനാണെന്നുള്ളതിൻ്റെ ജാടിയൊന്നും ഇല്ലാത്ത ആ നടപ്പ് കണ്ടോ? ശരിക്കും അത്രയ്ക്കും സ്പീഡ് എടുക്കാൻ മാത്രം പാകത്തിന് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ബോഡിയായിട്ടോ അത്. നീണ്ടു മെലിഞ്ഞ കാലുകളും അതുപോലെ മെലിഞ്ഞ ശരീരവും ശരീരത്തിൻ്റെ ആ ഷേപ്പും ഒക്കെ ഒരൊറ്റ ചാട്ടത്തിൽ തന്നെ ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യാനും ഒരുപാട് എനർജി അല്ലെങ്കിൽ പവർ ജനറേറ്റ് ചെയ്യാനും പാകത്തിലുള്ള ഒരു ശരീരമാട്ടോ. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുന്നേ പരിപാടി കഴിഞ്ഞു കേട്ടോ. ടോപ്പീനെ ചേസ് ചെയ്തതാണ്. ഒരു അൺസക്സസ്ഫുൾ അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ ആ സ്പീഡ് കണ്ടോ? നമ്മുടെ ക്യാമറയ്ക്ക് പോലും അല്ല കണ്ണുകൾക്ക് പോലും ഫോളോ ചെയ്യാൻ പറ്റാത്തത്ര സ്പീഡായിരുന്നു. വൈകിട്ടായപ്പോഴത്തേക്കും കാട്ടാനക്കൂട്ടം മെല്ലെ പുഴ ലക്ഷ്യമാക്കി നീങ്ങുന്ന കാഴ്ചയാണ്. വലിയൊരു കൂട്ടമാണ്. ഈ മരങ്ങൾ കാണുന്ന അല്ലെങ്കിൽ ഗ്രീനറി കാണുന്ന ഏരിയ മുഴുവൻ ഈ പുഴയുടെ സൈഡിൽ കൂടെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കരയിലെ ഏറ്റവും വലിപ്പം കൂടിയ ആനിമലിനെയാണ് കേട്ടോ. ആഫ്രിക്കൻ ആനകളാണ് ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള കരയിൽ ജീവിക്കുന്നത്. നമ്മൾ മുന്നേ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ആനിമൽ, ഏറ്റവും വലിയ ബേർഡിനെയൊക്കെ കണ്ടു. ഇപ്പോൾ ഇത് ഏറ്റവും വലിയ ആനിമലിനെ. ഇവിടെ ആനിമൽസ് മാത്രമല്ല കേട്ടോ, ഒത്തിരി ടൈപ്പ് ബേർഡ്സും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരുപാട് ബേർഡ്സ് ഉണ്ട്. ഈ നടന്നു പോകുന്ന സാധനത്തെ കണ്ടോ? സെക്രട്ടറി ബേർഡ് എന്നറിയപ്പെടുന്ന ഒരു പക്ഷിയാണ്. ഒറ്റ നോട്ടത്തിൽ അതിൻ്റെ ബോഡി പാർട്സ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരുന്തിനോട് സാമ്യം തോന്നുമെങ്കിലും കാലിനൊക്കെ നല്ല നീളമാണ്. കൂടുതലായിട്ടും ഇതുപോലത്തെ പുൽമേടുകളിലാണ് ഇതിനെ കാണപ്പെടുന്നത്. ഇതിലെ നടന്ന് ചെറിയ ജീവികളെയൊക്കെ പിടിച്ച് തിന്നുകയാണ് പൊതുവെ ചെയ്യുന്നത്. തലയിൽ നല്ല നീളത്തിലുള്ള തൂവലുകളുണ്ട്. കാറ്റടിക്കുമ്പോഴത്തേക്കും അതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കും കേട്ടോ. ഒരു സൂര്യകാന്തി പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെയുണ്ട് ഇതിൻ്റെ തല കണ്ടു കഴിഞ്ഞാൽ കാറ്റത്ത് നടക്കുമ്പോൾ. എന്തൊരു ക്യൂട്ടാന്ന് നോക്കി. ഇതാ കേട്ടോ ഇംബാല. ആഫ്രിക്കയിൽ മാത്രം കാണപ്പെടുന്ന ഒരുതരം ആൻറ്റലോപ്പാണ് ഇത്. കോമൺ ഇംബാല അല്ലെങ്കിൽ കെനിയൻ ഇംബാല എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇതൊരു ഫീമെയിൽ ഗ്രൂപ്പാണ് കേട്ടോ. 90 കിലോമീറ്റർ സ്പീഡിൽ വരെ ഇതിന് ഓടാൻ പറ്റും. അങ്ങനെ ഓടി ഇരകളെയൊക്കെ വെട്ടിച്ച് രക്ഷപ്പെടാൻ പറ്റും കേട്ടോ, പ്രത്യേകിച്ച് ചീറ്റപ്പുലിനെ. ഇത് മെയിലാണ്. ഇതിൻ്റെ കൊമ്പിൻ്റെ പ്രത്യേകത കണ്ടോ? ഈ ഒരു തരത്തിൽ വളഞ്ഞിരിക്കുന്ന കൊമ്പുകളാണ് കേട്ടോ ഇതിൻ്റെ മെയിലിൻ്റെ പ്രത്യേകത. ഇത് നമ്മുടെ ട്രാവൽ കമ്പനി 2 Awesome മാസായി അവരുടെ വണ്ടിയാണ്. നമ്മൾ കൊണ്ടുപോയി നിർത്തിയിട്ടേക്കുന്ന സ്ഥലം കണ്ടോ? മുഴുവൻ ഹിപ്പോസ് കേട്ടോ വെള്ളത്തിൽ കിടക്കുന്നത്. അപ്പോൾ ഈ സാധനമാണ് നീർക്കുതിര എന്നറിയപ്പെടുന്ന ഹിപ്പോ അല്ലെങ്കിൽ ഹിപ്പോപ്പൊട്ടാമസ്. ഇതിങ്ങനെ പകൽ സമയം മുഴുവൻ മിക്കവാറും വെള്ളത്തിൽ കിടക്കുമായിരിക്കും ചെയ്യുന്നത്. രാത്രി കാലങ്ങളാണ് കേട്ടോ ഇത് തീറ്റ തേടി കരയ്ക്ക് കയറുന്നത്. വെജിറ്റേറിയൻസ് ആണ്. അതുപോലെ കണ്ട പാവമാണെന്നും അലസനാണെന്നും ഒക്കെ തോന്നുമെങ്കിലും അങ്ങനെയല്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇവന്മാർ മഹാപെശ കേട്ടോ. ഭയങ്കര അഗ്രസീവാണ്. കൈ കിട്ടിയാൽ കടിച്ച് കൊടയും കേട്ടോ. ഹിപ്പോക്കൂട്ടം കിടക്കുന്നതിന് അപ്പുറത്തായിട്ട് മാറിക്കിടക്കുന്ന ഈ ഭീകരനെ കണ്ടോ? ഇവനെ കേട്ടോ നൈൽ ക്രോക്കഡൈൽ. നമ്മുടെ മൈഗ്രേഷൻ്റെ സമയത്ത് വിൽഡ് ബീസ്റ്റുകളെയും സീബ്രകളെയൊക്കെ പുഴയിൽ പതുങ്ങി കിടന്നിട്ട് പിടിച്ചു തിന്നുന്ന ഭീകര ഗ്യാങ്ങിൽപ്പെട്ട ആളാണ് കേട്ടോ. മസായിമാര സഫാരിക്കിടയിൽ ഇതുപോലത്തെ ഒരുപാട് സ്ട്രീമുകളും ഓഫ് റോഡ് ടെറൈൻസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലാൻഡ് ക്രൂയിസറൊക്കെ പോലെയുള്ള ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള വണ്ടിക്കല്ല വരുന്നതെങ്കിൽ കുടുങ്ങും കേട്ടോ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ. ആ ലാൻഡ് ക്രൂയിസർ അവിടെ വെള്ളത്തിൽ കിടന്ന് പയറ്റുന്ന സമയത്ത് സൈഡിൽ കണ്ടൊരു കാഴ്ചയാണ്. ഈ കോഴിയെ പോലെ ഉണ്ടല്ലേ, റെഡ് നെക്ഡ് സ്പർഫൗൾ അല്ലെങ്കിൽ റെഡ് നെക്ഡ് ഫ്രാങ്കുളിൻ എന്നറിയപ്പെടുന്ന ഒരു ബേർഡാണ് കേട്ടോ ഇത്. നമ്മുടെ രാജസ്ഥാനിൽ നമ്മൾ പോയ സമയത്ത് ഗ്രേ ഫ്രാങ്കുളിൻ അല്ലെങ്കിൽ കോഴിക്കാട എന്നറിയപ്പെടുന്ന ഒരു ബേർഡിനെ കണ്ടില്ലായിരുന്നു. അതിൻ്റെ ആഫ്രിക്കൻ വകഭേദമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കുറച്ചു നേരം വെള്ളത്തിൽ കിടന്ന് കറങ്ങി കളിച്ച ശേഷം വണ്ടികൾ ഓരോന്നായിട്ട് ഇങ്ങനെ കയറി പോകുന്നത്. നമ്മുടെ വണ്ടി വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അതിനകത്തൂടെ കടന്നു പോകുന്നു. ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഈ ട്രിപ്പിലെ ക്യാമറാസ് സ്പോൺസർ ചെയ്തേക്കുന്നത് ഒന്ന് നിക്കോണും മറ്റൊന്ന് ലൂമിക്സ് GH7 ആണെന്ന്. അതിൽ നിക്കോൺ ക്യാമറ നമുക്ക് തന്നേക്കുന്നത് തൃശ്ശൂരിലെ ജീനോമിലെ മുരളിച്ചേട്ടനാണ് കേട്ടോ. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് ആൾ. പുള്ളിയുടെ ഷോപ്പിൽ വൈൽഡ് ലൈഫ് സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ വിൽക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ജീനോമിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നോക്കി ഒരു ഇംബാലയും കുഞ്ഞുമാണേ. ശരിക്കും നമ്മുടെ പുള്ളിമാനുകളെക്കാട്ടിലും ഭംഗിയുള്ള ജീവിയാണ് കേട്ടോ ഈ ഇംബാല. ഇത് ഒരു ടോപ്പിയും കുഞ്ഞും നിൽക്കുന്നു.
ഇന്നലെ ചീറ്റപ്പുലി ടോപ്പിയുടെ കുഞ്ഞിനെ പിടിച്ച് തിന്നുന്നത് കണ്ടേ പിന്നെ ഈ ടോപ്പിയെ എപ്പോൾ കണ്ടാലും എനിക്കൊരു ബലിമൃഗമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. പാവം, ഒറ്റനോട്ടത്തിൽ പശുക്കിടാവിനെ പോലെ തോന്നുന്ന വളരെ ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞ്. നല്ല കുറുമ്പിയാണെന്ന് തോന്നുന്നു. ഇത് തള്ളയുടെ പുറകെ നടക്കുന്നുണ്ടോ. ഒരെണ്ണമല്ല കേട്ടോ, 2 തള്ളയും 2 കുഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മൾ ഗ്രാസ് ലാൻഡ്സിനകത്തൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കണ്ട കാഴ്ചയാണ് കുറുനരിയുടെ കുഞ്ഞുങ്ങൾ, സൈഡ് സ്ട്രൈപ്ഡ് ജാക്കൽസ്. നമ്മൾ രാവിലെ സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇറച്ചി തട്ടിപ്പറിക്കുന്ന കുറുനരിയെ കണ്ടില്ലേ, അതിൻ്റെ വർഗത്തിൽപ്പെട്ടതാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ കുഞ്ഞുങ്ങളാണിത്. എവിടെയോ അതിൻ്റെ മാളമുണ്ട്, അതിനകത്ത് നിന്ന് കയറി വന്നതാണ് കേട്ടോ ഈ കുഞ്ഞുങ്ങൾ. അമ്പോ, കുറ്റിക്കാട്ടിനിടയിൽ നിന്ന് കയറി വരുന്ന സാധനത്തെ കണ്ടോ, ഒരു പുള്ളിപ്പുലി കേട്ടോ. നമ്മൾ ശരിക്കും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ക്യാമ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് എത്തിയായിരുന്നു കേട്ടോ. തലേക്ക് റിവറിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ക്യാമ്പാണ് ആ കാണുന്നത്. ആ ക്യാമ്പിനോട് ചേർന്നാണ് കേട്ടോ ഈ പുള്ളിപ്പുലിയുടെ സൈറ്റിങ്സ് കിട്ടിയേക്കുന്നത്. ഈ പുലി ഒരു ഹണ്ടിനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നത്. അപ്പുറത്ത് കുറേ വാർത്തോക്സ് അല്ലെങ്കിൽ കാട്ടുപന്നികൾ നിൽപ്പുണ്ട് കേട്ടോ. അതിനെ ടാർഗറ്റ് ചെയ്ത് മെല്ലെ നീങ്ങുവാണ്. അതിനിടയ്ക്ക് നമ്മുടെ ഡ്രൈവർ പെട്ടെന്ന് പുലിയുടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി വണ്ടി വട്ടം വെച്ച് കണ്ടപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു ഇതിൻ്റെ ഹണ്ടിനെ ബ്ലോക്ക് ചെയ്യുകയാണെന്ന്. പക്ഷേ പുള്ളി അതിന് ഹൈഡ് ചെയ്തിരിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു കേട്ടോ ചെയ്തത്. ഇവർ തമ്മിലുള്ള ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണോ വർക്കൗട്ട് ആയതെന്ന് എനിക്കറിയത്തില്ല. പുലി കറക്റ്റായിട്ട് വന്ന് നമ്മുടെ വണ്ടിയുടെ സൈഡിൽ പതുങ്ങിയിരുന്നേ. എന്നിട്ട് വണ്ടിയുടെ മറ പിടിച്ച് മെല്ലെ ദൂരെയുള്ള അതിനെ ടാർഗറ്റ് ചെയ്ത് അങ്ങോട്ട് നീങ്ങി കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നൊരു കാര്യം കേട്ടോ പിന്നെ സംഭവിച്ചത്. വാർത്തോക്സിനെ ടാർഗറ്റ് ചെയ്ത് പോവുകയായിരുന്നു ഞങ്ങൾ വിചാരിച്ച പുലി. പെട്ടെന്നാണ് തൊട്ട് ഫ്രണ്ടിലത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു മുയലിനെയും പിടിച്ചുകൊണ്ട് തിരിച്ചു വന്നത്. അങ്ങനെ സെക്കൻഡ് ഡേ സഫാരി തീരാനായ സമയത്ത് കിട്ടിയ പുള്ളിപ്പുലിയുടെ മുയൽവേട്ടയായിരിക്കും ഇന്നത്തെ ലാസ്റ്റ് സൈറ്റിംഗ് എന്ന് കരുതി മടങ്ങിപ്പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് കിട്ടിയ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മറ്റൊരു കാഴ്ചയായിരുന്നു കേട്ടോ ഇത്. അസ്തമയ സൂര്യൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആനക്കൂട്ടം. ശരിക്കും ഇന്നത്തെ ട്രിപ്പിൻ്റെ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാവുന്നത് അതിസുന്ദരമായ ഈ കാഴ്ചയായിരുന്നേ. നമ്മുടെ സെക്കൻഡ് ഡേ സഫാരി മാത്രമേ ഇതോടെ തീരാൻ പോകുന്നുള്ളേ. ഇനിയും ഉദ്യോഗജനകമായ ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള കുറേ മസൈമാര കാഴ്ചകളും കൂടെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മസൈമാരയുടെ നെക്സ്റ്റ് എപ്പിസോഡ് ഉടൻ തന്നെ വരുന്നതായിരിക്കുമേ. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് കേരളത്തിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഒരുപാട് കാട് വീഡിയോസ്, കാടിനകത്തെ സ്റ്റേ, ട്രക്കിംഗ് അല്ലെങ്കിൽ സഫാരി വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടപ്പുണ്ട്. ഇനിയും ഇതുപോലത്തെ തന്നെ വീഡിയോസ് വരുന്നതുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതിനകത്ത് നമ്മൾ ഇതുപോലത്തെ റീൽസും ഫോട്ടോസും അങ്ങനെ കാട് അല്ലെങ്കിൽ നമ്മുടെ യാത്ര സംബന്ധമായ വിവരങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ മസൈമാരയിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പിക്കോളിൻസ് വൈബ് ജനുവരിയിൽ ഒരു കപ്പിൾ ട്രിപ്പ് നടന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മാർച്ചിൽ ഒരു സെയിം ട്രിപ്പ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ് ഫോളോ ചെയ്യുക, അതല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ 2 Awesome മസൈനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാമറ ഡീറ്റെയിൽസും മറ്റു വിവരങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്.